ഞാൻ നേരിട്ട് പോയല്ല, എന്നെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ അവിടെ ചെല്ലുമ്പോൾ ദേവസ്വം ബോർഡ് അതിൽ തൂക്കം എങ്ങനെ അത് ആഡ് ചെയ്തിരിക്കുന്നതെന്നുള്ള അറിയില്ല. 12 പീസെന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്, 14 പീസാണ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ അതിൽ തൂക്കത്തിന്റെ വ്യത്യാസം വന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. കാര്യം അത് അങ്ങനെ ഉണ്ടെങ്കിൽ അന്ന് തന്നെ നമ്മളിത് ചെന്നൈയിൽ കൊണ്ടുവന്ന് തൂക്കം നോക്കുന്ന സമയത്തും ഈ പറഞ്ഞ തിരുവാഭരണ കമ്മീഷണറും ദേവസ്വം സ്മിത്തും മറ്റു ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ അവരൊക്കെ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അന്ന് അതിനെക്കുറിച്ച് ഒരു പരാതി പറഞ്ഞിരുന്നേനെ. അപ്പൊ ഇതുവരെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് ഇവിടെ റഫായിട്ട് തൂക്കിയിരുന്ന തൂക്കമാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് പറഞ്ഞ വാക്സും പിന്നെ ഇത് ഞാൻ കൊടുത്ത കമ്പനിയോടാണ് ഇനി അത് ചോദിക്കേണ്ടത്. അതായത് നമ്മൾ ഈ സ്മാർട്ട് ക്രിയേഷൻസ് ആണ് ഇതിന്റെ കോപ്പറിന്റെ വർക്കും ചെയ്തിരിക്കുന്നത്. കോപ്പറിൽ ഒരുപാട് ഡാമേജും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ എങ്ങനെയാണ് ഇതിൽ ഈ തൂക്കത്തിൽ വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് അവരോട് വേണം ചോദിക്കാൻ. അവരോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്നതുപോലെ ഒരു ഇത് വന്നിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ റിസീവ് ചെയ്തത് എത്രയാണ്, ആദ്യം കൊണ്ടുവന്നത് എത്രയാണെന്നുള്ളത് തൂക്കം നോക്കിയിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. തൂക്കത്തിന്റെ ഒന്ന് എൻക്വയറി നടത്തിയിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ആദ്യം നൽകിയിരുന്നത് എങ്ങനെയാണ്? ഈ ദ്വാരപാലക ശില്പങ്ങൾക്ക് ഒരു പീഠം കൂടി നിർമ്മിച്ചു നൽകിയിരുന്നല്ലോ. ആദ്യം ദ്വാരപാലകരും പ്ലസ് പീഠം അടക്കം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയി അത് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് കൊടുത്തു. 394.9 ഗ്രാം ഗോൾഡ് അതിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൽ 2 താങ്ങ് പീഠങ്ങൾക്ക് ഗോൾഡിൽ ചെറിയ കളർ വ്യത്യാസം വന്നപ്പോൾ ദേവസ്വം ബോർഡ് സൂചിപ്പിച്ചപ്പോൾ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ സാധനം തിരിച്ചു കൊണ്ടുവന്നാൽ ഫ്രീ കോസ്റ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നിങ്ങൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത സാധനം തിരിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അത് നന്നായിട്ടിരിക്കണമുള്ള ആഗ്രഹം കൊണ്ട് പുതിയതായി ഒരു താങ്ങപ്പീഠം സെപ്പറേറ്റ് ആയിട്ട് പുതിയതായിട്ട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മറുപടി നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നോ? ഇതിലിപ്പോ ഇത്രയൊക്കെ വിവാദമായതിനു ശേഷം എന്തെങ്കിലും ഒരു മറുപടി അവർ പറയുന്നുണ്ടോ? അല്ല, ഇപ്പൊ അത് ചെന്നൈ കൊണ്ടുപോയത് എന്റെയും കൂടെ അനുമതി വാങ്ങിച്ചുകൊണ്ടാണ്. എന്നോട് മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു. അതായത് തിരുവാഭരണ കമ്മീഷൻ ഒരു മെയിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇന്നതുപോലെ സ്പോൺസർ എന്നുള്ള രീതിയിൽ ഇതിൽ ഏതെല്ലാം കാര്യങ്ങളിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചൊരു മെയിൽ തന്നിരുന്നു. അതിൽ അധികം വരുന്ന സ്വർണത്തിന്റെ പേയ്മെന്റും പ്ലസ് സന്നിധാനത്ത് കൊണ്ടുവന്ന് സ്പിറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന പൂജാ കാര്യങ്ങളുടെ എക്സ്പെൻസും ഞാൻ ചെയ്യാമെന്ന് ഉറപ്പ് ലെറ്റർ മുഖാന്തരം മറുപടി കൊടുത്തിട്ടുണ്ട്. അന്ന് എത്ര അതിൽ ഈ കണക്കൊക്കെ ഉണ്ടായിരുന്നില്ല? ഈ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ ഇത് 38 കിലോയെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് വിവരം. അപ്പോൾ ആ ബാക്കി എത്ര ഉണ്ടാകും എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അല്ല, 38 കിലോയുടെ സാധനങ്ങൾ മഹസറിനകത്ത് അവർ എത്ര, ദേവസ്വം ബോർഡിന്റെ മഹസറിനകത്ത് എത്ര എഴുതിയിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ആ ദേവസ്വത്തിന്റെ കയ്യിലുള്ളതാണ്. കമ്പനിയിൽ ഇത് അവര് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് തിരുവാഭരണം കമ്മീഷണറുടെ തന്നെ നേതൃത്വത്തിൽ തൂക്കുമ്പോൾ ഉള്ള കാര്യമാണ്. അന്ന് മുതലുള്ള മഹസറാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിലിപ്പോ അളവ് വ്യത്യാസം ഉണ്ടെന്നുള്ള ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നല്ലോ അല്ലേ? ഇന്നോ? ഇല്ല, അറിയിച്ചിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ അന്വേഷണം നടത്താൻ വിജിലൻസ് ഓഫീസർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുമല്ലേ. അപ്പൊ അദ്ദേഹത്തിന് എന്താ പറഞ്ഞാൽ ഈ ചെമ്പ് തന്നെ എക്സ്പോസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചൂടാക്കുമ്പോഴോ അതിലെന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നൊക്കെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ റൂൾ ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് അവർ മറുപടി പറയും. അപ്പൊ ഇതിലിപ്പോൾ ഈ പീഠം എവിടെ എന്നുള്ള കാര്യത്തിൽ ഒരു ഉത്തരം അതിപ്പോ ദേവസ്വം ബോർഡിനും നൽകുന്നില്ലല്ലോ അല്ലെ, എവിടെയാണ് എന്നുള്ള കാര്യം? അത് ഇപ്പൊ അന്വേഷണത്തിന്റെ പരിധിയിൽ ഇരിക്കുകയാണ്. വിജിലൻസ് ഓഫീസർ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്നിധാനത്ത് തന്നെ കാണും എന്നാണ് എന്റെ പൂർണ്ണ വിശ്വാസം. കാര്യം അത് വേറെ എങ്ങും പോകാൻ സാഹചര്യമൊന്നുമില്ല. അന്ന് കൊറോണ ആയതുകൊണ്ട് ഞാൻ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുകയായിരുന്നില്ല. നമ്മൾ ചെന്നൈയിൽ നിന്ന് പോയ ഗ്രൂപ്പാണ് അത് കൊണ്ടുപോയത്. അത് സൈസ് ആവുന്നില്ല എന്നുള്ളത് കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അതിന് ഇന്നതുപോലെ ഒരു അപാകത ഉണ്ട് എന്ന് പറഞ്ഞ ബോർഡ് ചൂണ്ടിക്കാണിച്ചു. അതിനുശേഷം അവരുടെ കയ്യിൽ തന്നെ അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് അവിടെ ഉണ്ടാവുമെന്ന് തന്നെയാണ് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, അങ്ങനെ അപാകത ഉണ്ട് അല്ലെങ്കിൽ അത് സൈസ് അല്ല എന്ന് പറയുമ്പോൾ അത് പിന്നെ എവിടെ വെച്ചു എന്നുള്ള കാര്യം കൂടി താങ്കളെ അറിയിക്കണമല്ലോ ദേവസ്വം ബോർഡ്. അതിപ്പോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഞാനൊരു മെയിൽ കൊടുത്തിരുന്നു. അങ്ങനെ അത് ഉപയോഗിക്കപ്പെടാതിരിക്കുകയാണെങ്കിൽ അതിന്റെ ഗോൾഡും കൂടെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്നാൽ അത് ഇതിലേക്ക് മോൾഡിങ്ങിന് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഹൈക്കോടതി ഒരു ചോദ്യമായിട്ട് ചോദിച്ചിരുന്നത്. അതായത് മറ്റൊരു ദ്വാരപാലകരുണ്ട്, അതിന്റെ സ്ട്രോങ് റൂമിലുണ്ട് എന്നുള്ള ചോദ്യമായി കോടതി ചോദിച്ചിരിക്കുന്നത്.
ശരി. ദ്വാരപാലകരല്ല, അതിന്റെ പീഠം മാത്രമാണ് രണ്ടാമത് ചെയ്തു കൊടുത്തത്. ഒരു കറക്റ്റൽ മിസ്റ്റേക്കിൽ ഞാൻ എന്റെ മെയിൽ ചെയ്തപ്പോൾ അതിൽ ദ്വാരപാലക എന്നായി പോയതാണ്. ദ്വാരപാലക പീഠം രണ്ടാമത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പൊ വിജിലൻസ് ഓഫീസർ തന്നെ അന്വേഷണത്തിന്റെ ഇതിലിരിക്കുകയാണ്, കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പൂർണ്ണമായും വിശ്വസിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.